ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആഗമനം അല്ലെ യൂറോപ്യന്മാരുടെ ആഗമനത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് അവരുടെ സംഭാവനകളും കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർ അല്ലെ യൂറോപ്യന്മാർ വന്നതിന് ശേഷം അവരുടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ. അപ്പം കോളനിവൽക്കരണത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കേരളം ആധുനികതയിലേക്ക് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടോടെ കേരളത്തിൽ 3 വിഭാഗങ്ങൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നിയന്ത്രണത്തിൽ കീഴിലായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മലബാർ പ്രദേശം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ച്. ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നു. അപ്പോൾ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. വർഷം 1792. പലതവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണത്. ഇനി 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലാകുന്നു. 1800 ആയപ്പോഴേക്കും മലബാർ പൂർണ്ണമായും മദ്രാസ് സർക്കാരിൻ്റെ കീഴിലേക്കാകുന്നു. ഇനി കൊച്ചിയുടെ കാര്യം എടുത്താൽ 1791 കൊച്ചി ബ്രിട്ടീഷുകാരുമായി ഒരു ഉടമ്പടി എത്തുന്നു. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായിട്ട് മാറുന്നു. 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നു. അപ്പോൾ തിരുവിതാംകൂറിലേക്ക് വന്നാൽ 1795 അവസാനം മലബാറും കൊച്ചിയും ഈ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചതിന് ശേഷമാണ് 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായി ഒരു ഉടമ്പടിയിലെത്തുന്നത്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയാണ് 1795. ഇനി 1805 ബ്രിട്ടീഷുകാരുമായി മറ്റൊരു ഉടമ്പടി. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറുന്നു. കൊളോണിയൽ സമ്പദ്ഘടനയുടെ വികാസം. കേരളത്തിലെ 3 വിഭാഗങ്ങളെയും കീഴടക്കിയ ശേഷം ബ്രിട്ടീഷുകാർ അവിടങ്ങളിലെ സമ്പദ്ഘടനയിലും നിയമവ്യവസ്ഥയിലും ഇടപെടാൻ തുടങ്ങി. അതായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇവിടങ്ങളിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം അവിടുത്തെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. ജനങ്ങളുടെ മേൽ ഉയർന്ന നികുതി അടിച്ചേൽപ്പിക്കലും 3 പ്രദേശങ്ങളിലും കൊളോണിയൽ ഭരണാധികാരികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടലുകൾ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റങ്ങൾ വരുത്തിയത്. ഭൂമിയുടെ പരമ്പരാഗത കൈവശക്കാരായിരുന്ന നമ്പൂതിരിമാർ ഭൂമിയുടെ പൂർണ്ണ ഉടമകളായി അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ എവിടെയാണ് മലബാറിൽ നികുതി സമ്പ്രദായത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റം വരുത്തി. പിന്നീട് ഇവർ എന്ത് ചെയ്തു? ഭൂമിയുടെ അവകാശം, കൈവശാവകാശമാണ് നമ്പൂതിരിമാർക്ക് ഉണ്ടായിരുന്നത്. ഇത് പൂർണ്ണ അവകാശം അവർക്ക് കൊടുത്തു. ഭൂപ്രഭുക്കന്മാർ കുടിയാന്മാർക്ക് ഇടയിൽ കാണക്കാർ എന്ന ഒരു പുതിയ മധ്യവർത്തി കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു. ഭൂപ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്തു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വലിയ ഒരു ഭരണവ്യവസ്ഥ നടപ്പിലാക്കി. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്നു തിരുവിതാംകൂറിനും കൊച്ചിക്കും ഒരളവ് വരെ സ്വയംഭരണ അധികാരം ഉണ്ടായിരുന്നു. മലബാറിലാണ് ഇവർ കൂടുതൽ അക്രമങ്ങൾ നടത്തിയത്. യൂറോപ്യർ മുൻകൈയെടുത്ത് തോട്ടകൃഷിയും മൂലധന നിക്ഷേപവും കേരളത്തിൽ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയായിരുന്നു പ്രധാന തോട്ടവിളകൾ. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾ കൂടുതലായി വികസിച്ചു വന്നു. തോട്ടങ്ങളുടെ ഇത്തരത്തിലുള്ള ഉയർന്ന വളർച്ചാ നിരക്കിന് കാരണമായത് തിരുവിതാംകൂറിൽ മുൻനിര തോട്ടവിളകൾക്ക് അനുയോജ്യമായ ഭൂനിരപ്പിൽ നിന്നും ഉയർന്നതും ഗുണമേറിയ മണ്ണുള്ളതുമായ
കൂടുതൽ ഭൂമി ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. തൽഫലമായി മലബാറിലെ നികുതി പിരിവിൽ സ്തംഭനമുണ്ടായി. എന്നാൽ തിരുവിതാംകൂറിൽ കൃഷിയും നികുതിയും പിരിവും ഊർജിതമാക്കി. കാരണം തിരുവിതാംകൂറിൽ അവരെന്ത് ചെയ്തു? തോട്ടകൃഷി വ്യാപിപ്പിച്ചു. അവിടെ നിന്നും വരുമാനം ലഭിക്കുന്നത് കൊണ്ട് തിരുവിതാംകൂറിൽ നികുതി പിരിവ് വളരെ ഊർജിതമാക്കിയവർ. രാഷ്ട്രീയ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വാണിജ്യത്തിൽ സ്വേച്ഛാധികാരം നൽകി. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തോടെ കൊളോണിയൽ മൂലധനത്താൽ നിയന്ത്രിക്കപ്പെട്ട സ്വതന്ത്ര വ്യാപാരം കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. തദ്ദേശീയ വ്യാപാരികൾക്ക് അപ്രധാന പങ്ക് മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. നിരവധി വാണിജ്യ നിയമങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയിലൂടെയാണ് വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങൾ എളുപ്പമാക്കിയത്. കേരളത്തിലെ തോട്ടങ്ങളുടെ വികാസം തദ്ദേശീയരല്ലാത്ത നിക്ഷേപകരെയാണ് പ്രോത്സാഹിപ്പിച്ചതെങ്കിലും ദേശീയരായ വ്യവസായ സംരംഭകർക്ക് ഈ മേഖലയിൽ കാലുറപ്പിക്കാൻ കഴിഞ്ഞു. 1930കളിലും 1940കളിലും തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കുണ്ടായ കർഷക കുടിയേറ്റം മലബാറിലെ വാണിജ്യ കൃഷിയുടെ വികാസത്തിന് കൂടുതൽ സഹായകമായി. മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനം ധനകാര്യപരവും വാണിജ്യപരവുമായ പ്രവർത്തനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചു. ഭൂമി ഈടായി സ്വീകരിച്ചുകൊണ്ട് ഈ ബാങ്കുകൾ വായ്പകൾ നൽകി. ഈ വായ്പ കൊണ്ട് കൂടുതൽ ഭൂമി വാങ്ങുകയും വരുമാനം കൂടുതൽ ലഭിക്കുന്ന വിളകൾ കൃഷി ചെയ്യുകയും കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരവും സംസ്കരണവും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇനി ഇവിടെ കുരുമുളകിൻ്റെ കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. നോക്കിക്കേ, കുരുമുളക് കേരളത്തിൻ്റെ ഒരു തദ്ദേശീയ സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. സംഘകാലം മുതൽ ഇത് കൃഷി ചെയ്തിരുന്നതായി സംഘകൃതികൾ തെളിവ് തരുന്നുണ്ട്. ആദിമകാലത്തെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതികളിൽ ഏറ്റവും മൂല്യമേറിയത് കുരുമുളകിൻ്റേതായിരുന്നു. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി കേരളത്തിൽ ആദ്യം എത്തിയത് അറബികളും ഫിനീഷ്യക്കാരുമാണെന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിൽ സമ്പത്തിൻ്റെയും ധനാഢ്യതയുടെയും പ്രതീകമായിട്ടാണ് കുരുമുളകിനെ പരിഗണിച്ചിരിക്കുന്നത്. ഇത് യവനപ്രിയ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളകാണ്. ഗ്രീക്കുകാരും റോമക്കാരുമായ വ്യാപാരികൾക്ക് പ്രിയപ്പെട്ടത് എന്ന നിലയ്ക്കാണ് യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസവും വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിംഗ് തുടങ്ങിയ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ വികാസവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിനായി പദ്ധതി രൂപീകരിച്ചതും റോഡുകളുടെയും കനാൽ ശൃംഖലകളുടെയും നിർമ്മാണവും വ്യാപാരത്തിൻ്റെ വികസനത്തിനായി സ്വീകരിച്ച മറ്റു നടപടികളായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അവരുടെ വ്യവസായത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് റോഡുകളും കനാലുകളും എല്ലാം അവർ നിർമ്മിക്കുന്നു. വളർച്ചാക്രമങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗതാഗത, ബാങ്കിംഗ് മേഖലകളിൽ കേരളം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ കേരളത്തിൽ റെയിൽ ഗതാഗതം നടപ്പിലാക്കി. കേരളത്തിൽ റെയിൽ ഗതാഗതം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. നോക്കിക്കേ, ബേപ്പൂർ മുതൽ തിരൂർ വരെ, എവിടെ മുതൽ എവിടെ വരെ? ബേപ്പൂർ മുതൽ തിരൂർ വരെ ആദ്യ റെയിൽവേ ലൈൻ 1861 മാർച്ച് 12 മദ്രാസ് റെയിൽവേ കമ്പനി പ്രാവർത്തികമാക്കി. അപ്പോൾ കേരളത്തിൽ ആദ്യമായി റെയിൽവേ വന്നത് എന്നാണ്? 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ഇത് പ്രാവർത്തികമാക്കിയത് മദ്രാസ് റെയിൽവേ കമ്പനിയാണ്. 20-ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും പ്രവിശ്യ തലസ്ഥാനമായ മദ്രാസിനോട് ബന്ധിപ്പിക്കപ്പെട്ടു. ഈ റെയിൽവേ ബന്ധം കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നു. കേരളത്തിൻ്റെ 3 പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ നമുക്കൊരു ബോക്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിനെ എടുത്താൽ ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാൻ്റെ കൈവശ ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1812 അടിമത്തം നിരോധിച്ചു. 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു.
1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. നാണയങ്ങൾ, വാർത്താവിനിമയ, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ പുരോഗതി, തലവരിക്കരം, ഊഴിയം, മറ്റു ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിക്കുന്നു. 1888 8 അംഗങ്ങളോടു കൂടിയ നിയമനിർമ്മാണ സഭ തിരുവിതാംകൂറിൽ രൂപീകരിച്ചു. നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. ഇത് തിരുവിതാംകൂറിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി കൊച്ചിയിലാകട്ടെ കീഴ്ക്കോടതികളും ഹജൂർ കോടതിയും സ്ഥാപിക്കപ്പെട്ടു. പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കി. 1845 അടിമത്തം നിർത്തലാക്കി. കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയത് 1845 തിരുവിതാംകൂറിൽ എന്നാണ് 1812. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ കണ്ടെഴുത്ത് എന്ന സമ്പ്രദായം നടപ്പിലാക്കി. റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. ഇത്രയുമാണ് കൊച്ചിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇനി മലബാറിലെ കാര്യമെടുത്താൽ ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ നിർമ്മിച്ചു. കാരണം അവിടെയായിരുന്നു അവർ നികുതി പിരിവും കാര്യങ്ങളും എല്ലാം കൂടുതലായി നടത്തിയിരുന്നത്. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധ വ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു. നെയ്ത്തുശാലകൾ, ഓട് ഫാക്ടറികൾ ആരംഭിച്ചു. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ ബന്ധം സ്ഥാപിച്ചു. നിലമ്പൂരിൽ തേക്കുതോട്ടം സ്ഥാപിച്ചു. തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. ഉദാഹരണമാണ് കനോലി കനാൽ. തടി വ്യവസായം പ്രോത്സാഹിപ്പിച്ചു. മലബാറിൽ ബ്രിട്ടീഷുകാർ വരുത്തിയ മാറ്റങ്ങളാണ് ഇത്രയും. ഇനി എന്താണ് ഊഴിയം വേല? വേതനമില്ലാതെ നിർബന്ധിത അധ്വാനമാണ് ഊഴിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഊഴിയം? വേതനമില്ലാതെ നിർബന്ധിതമായി അധ്വാനം ചെയ്യുക, അതായത് കൂലിയില്ലാതെ പണിയെടുപ്പിക്കുക നിർബന്ധിപ്പിച്ച്, അതാണ് ഊഴിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് സ്പ്രെഡ് ഓഫ് നോളജ്, അറിവിൻ്റെ വ്യാപനം. യൂറോപ്യന്മാരുടെ ആഗമനവും വിദേശ മിഷണറിമാരുടെ ഇടപെടലും വൈജ്ഞാനിക രംഗത്ത് ആഴത്തിലുള്ള സ്വാധീനം ഉളവാക്കി. 1577 പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിച്ചു. കേരളത്തിൽ അച്ചടി സ്ഥാപിച്ച വർഷം 1577. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് 1577. ഇനി 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമായിരുന്നു പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? അത് സംക്ഷേപ വേദാർത്ഥം 1772. ജർമ്മൻ മിഷണറിയായ അർണോസ് പാദ്രി മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. അപ്പോൾ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയത് അർണോസ് പാദ്രി. ചർച്ച് മിഷൻ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി 1846 ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. അർണോസ് പാദ്രി മലയാള വ്യാകരണ ഗ്രന്ഥം നിഘണ്ടു, ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിൽ അംഗമായ ഹെർമൻ ഗുഡ്നട്ട് ആണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പം ഹെർമൻ ഗുഡ്നട്ട് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നു. 1847 അദ്ദേഹം രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാള വർത്തമാന പത്രങ്ങൾ ആരംഭിച്ചു. അപ്പം രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? അത് ഹെർമൻ ഗുഡ്നട്ട് തന്നെയാണ്. 1847. കേരള സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ പിന്നിലെ സുപ്രധാന ചാലകശക്തിയായിരുന്നു വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ മിഷണറിമാർ പ്രധാന പങ്കുവഹിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നിവ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ. ലണ്ടൻ മിഷനിലെ അംഗങ്ങളിലൊരാളായ റവറൽ മീഡ് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
ചർച്ച് മിഷൻ 1813 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. അവർ ഒരു വ്യാകരണ വിദ്യാലയവും സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പെൺപള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. കൊച്ചി മേഖലയിൽ ആദ്യത്തെ വിദ്യാലയം 1818 മട്ടാഞ്ചേരിയിലാണ് സ്ഥാപിച്ചത്. ഇംഗ്ലീഷ് മിഷണറിയായ ഡാവ്സൺ ആയിരുന്നു ഇതേ സമയം തന്നെ സാൽ വേർഷൻ ആർമി വിഭാഗത്തിലെ സ്പാനിഷ് മിഷണറിയായിരുന്ന ട്വിങ്കിൾ ടാപ്പ് നാഗർകോവിലിൽ അടക്കമുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നു. മലബാറിലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം ഏറ്റെടുത്തത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചർച്ച് മിഷൻ സൊസൈറ്റിയും ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ പ്രവർത്തന മേഖലകൾ. 1841 മിഷണറിയായ റവറൽ ഹബീബ് കണ്ണൂരിലെ ബർണാശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. ബേസൽ മിഷൻ 1848 കോഴിക്കോടിനടുത്ത് കല്ലായിയിലും 1856 തലശ്ശേരിയിലും പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന മാതൃക വിദ്യാഭ്യാസ രംഗത്ത് കടക്കാൻ തദ്ദേശീയ ഭരണാധികാരികളെ പ്രോത്സാഹിപ്പിച്ചു. 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിഭായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺറോയുടെ സഹായത്താൽ നടപ്പിലാക്കി. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം റാണി ഗൗരി പാർവതിഭായി ആണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് 1839 എറണാകുളത്ത് ആരംഭിച്ചു. 1862 മറ്റൊരു ഇംഗ്ലീഷ് വിദ്യാലയം തലശ്ശേരിയിലും തുടങ്ങി. ക്രമേണ കേരളത്തിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒരു ശൃംഖല തന്നെ സ്ഥാപിക്കപ്പെട്ടു. തുറമുഖത്തിലെ ഉദ്യോഗസ്ഥനായ ബ്രണ്ണൻ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി 1862 മലബാറിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചു. പിന്നീട് ഇതൊരു ഒന്നാന്തരം കോളേജായി മാറി. 1866 പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വരുന്നു. പിന്നീട് ഇത് വിക്ടോറിയ കോളേജായി മാറി. 1866 തിരുവനന്തപുരം മഹാരാജാസ് കോളേജും 1875 എറണാകുളം മഹാരാജാസ് കോളേജും സ്ഥാപിക്കപ്പെട്ടു. 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വരുന്നു. 1957 ഇത് കേരള സർവകലാശാലയായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യത്തേതാണ് പഴശ്ശി കലാപം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപം. ഈ കലാപത്തിൻ്റെ വീരപുരുഷൻ കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളാണുണ്ടായിരുന്നത്. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പഴശ്ശി കലാപത്തിൻ്റെ ഒന്നാം ഘട്ടം 1793 മുതൽ 1797 വരെ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിഗതം. ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. 1892 ശ്രീരംഗം പട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുന്നു. ഈ സമയത്ത് ഇവിടെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവിടുത്തെ പ്രാദേശിക ഭരണാധികാരികൾക്കാണ് നൽകുന്നത്. അവരുടെ നികുതി നിർണയവും പിരിവും നിഷ്ഠൂരമായിരുന്നു. ഇതിനു പുറമെ പഴശ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താനെ എതിർത്തിരുന്ന കമ്പനിയുടെ ശക്തനായ പിന്തുണക്കാരനായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം. പക്ഷേ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ട് വീരവർമ്മയ്ക്കായിരുന്നു. അതായത് പഴശ്ശിയുടെ അമ്മാവനായിരുന്ന കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു ഇതിനുശേഷം നികുതി പിരിക്കാൻ അധികാരം ബ്രിട്ടീഷുകാർ നൽകുന്നത്. നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായി ചെതിർത്തു. തുടർന്ന്
ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാനായി പഴശ്ശി മൈസൂരിൻ്റെ സഹായം തേടി. അവസാനം ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറുകയും 1797 പഴശ്ശിയുമായി അനുരഞ്ജനത്തിലാവുകയും ചെയ്തു. 1800 പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം കേണൽ വെള്ളസ്ലി നടത്തി. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യരും കുറുമ്പരുമായിരുന്നു വലിയൊരു വിഭാഗം. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബാബർ പുൽപ്പള്ളിയിൽ കോൽക്കർ എന്ന തദ്ദേശീയ സൈന്യത്തെ പഴശ്ശിരാജയ്ക്കെതിരെ പടനയിച്ചു. അപ്പം തലശ്ശേരി പഴശ്ശി കലാപ സമയത്തെ മലബാർ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ എന്നായിരുന്നു. പഴശ്ശി സൈന്യത്തെ അടിച്ചമർത്താനായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന സൈന്യമായിരുന്നു കോൽക്കർ. ഓക്കെ. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാൻ തോട്ടിൽ എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശി കൊല്ലപ്പെട്ടു. പഴശ്ശി കൊല്ലപ്പെട്ടത് എന്നാണ് 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാൻ തോട് എന്ന സ്ഥലത്ത് വെച്ചാണ്. മലബാർ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പഴശ്ശിരാജയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്: പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താനുള്ള ഉത്തരവാദിത്തം തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബറെയാണ് ഏൽപ്പിച്ചിരുന്നത്. പഴശ്ശിരാജയുടെ മൃതശരീരം അദ്ദേഹം തൻ്റെ പല്ലക്കിൽ വഹിച്ചുകൊണ്ട് മാനന്തവാടിയിൽ കൊണ്ടുവന്ന് ആചാര ബഹുമതികളോടെ സംസ്കരിച്ചു. 1805 ഡിസംബർ 31 അദ്ദേഹം മലബാറിൽ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ച കത്തിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു: ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവരും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിന് ഉപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയുടെ നിശ്ചിതമായ താല്പര്യം ഉണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മായ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു. പഴശ്ശിരാജയെക്കുറിച്ച് തോമസ് ഹാർവി ബാബർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. പഴശ്ശിരാജയുടെ ശവകുടീരം മാനന്തവാടിയിലാണ് കേട്ടോ. അടുത്തതാണ് വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. മലബാർ കൈവശപ്പെടുത്തിയ ശേഷം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലും കൊച്ചിയിലും കൂടി തങ്ങളുടെ രാഷ്ട്രീയ വാണിജ്യ താൽപ്പര്യങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിച്ചു. 1800 കമ്പനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡൻ്റായി കേണൽ മെക്കാളയെ നിയമിച്ചു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നു കേണൽ മെക്കാളെ. നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളുടെ നിയന്ത്രണവും അദ്ദേഹം ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ ഭരണാധികാരികൾക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. 1805 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുമായി സ്ഥായിയായ സൗഹൃദത്തിൻ്റെയും ആശ്രയത്വത്തിൻ്റെയും ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ഇത് ഫലത്തിൽ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കുകയാണ് ചെയ്തത്. കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റ് നിർബന്ധം ചൊലുത്തുകയും ഒപ്പം തന്നെ രാജ്യത്തിന് ഒരു വൻതുക നൽകേണ്ടിയിരുന്ന മാത്തൂ തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന അദ്ദേഹം റദ്ദു ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം കമ്പനിക്കെതിരായ ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ വേലുത്തമ്പി ദളവയെ പ്രേരിപ്പിച്ചു. കേണൽ മെക്കാളയുടെ ഇടപെടലിനെതിരെ വികാരം പങ്കുവച്ച കൊച്ചിയിലെ മുഖ്യമന്ത്രിയായ പാലിയത്തച്ഛനുമായി അദ്ദേഹം രഹസ്യ ധാരണയുണ്ടാക്കി. അവർ കോഴിക്കോട് സാമൂതിരിയുമായി മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായുള്ള രഹസ്യമായ ആശയവിനിമയം നടത്തി. 1808 ഡിസംബറിൽ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം തദ്ദേശീയ സൈന്യം ആക്രമിച്ചു. എന്നാൽ റെസിഡന്റ് ഒരു കപ്പലിൽ കയറി രക്ഷപ്പെടുന്നു. അപ്പം നമ്മുടെ തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയായിരുന്നു ഈ സമയത്ത് ദിവാനായിട്ടിരുന്നത്. മാത്തൂ തരകൻ എന്ന ആള് ഒരുപാട് നികുതി നൽകേണ്ടതായിരുന്നു. അയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി ഉത്തരവിടുകയും പക്ഷേ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്ന കേണൽ മെക്കാളെ എന്ത് ചെയ്തു? ആ ഒരു വേലുത്തമ്പി ദളവയുടെ ആ ഒരു ഉത്തരവിനെ റദ്ദാക്കുകയും മാത്തൂ തരകന് വേണ്ട സഹായം എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് നമ്മുടെ കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു? അവർ കേണൽ മെക്കാളയുടെ വീട്, അദ്ദേഹം താമസിച്ചിരുന്ന ക്യാമ്പ് തീയിടാൻ ഒരു പദ്ധതി ഉണ്ടാക്കുന്നു, തീയിടുന്നു. പക്ഷേ റെസിഡന്റ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും ഒരു കപ്പലിൽ കയറി രക്ഷപ്പെടുന്നു. കലാപം തുടരവേ 1809 ജനുവരിയിൽ മലയാള വർഷം 984 മകരം 1 കുണ്ടറയിലെത്തിയ വേലുത്തമ്പി ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിനായി അവരോട് ആവേശോജ്വലമായ ഒരു ആഹ്വാനം നടത്തി കുണ്ടറ വിളംബരം. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം വർഷം 1809 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഈ വിളംബരം ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ലായ ഒരു രേഖയായിട്ട് മാറുന്നു. ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് സഹായം ചെയ്ത് നിന്ന ആളായിരുന്നു കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? കൊച്ചിയും ആക്രമിക്കുന്നു. ഇതോടെ പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കുന്നു. പുതിയ ദളവയായ ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയെ പിടിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. വേലുത്തമ്പിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നു. പകരം അവിടെ പുതിയ ദിവാൻ ഉമ്മിണിത്തമ്പി വരുന്നു. ഉമ്മിണിത്തമ്പി എന്ന് ചെയ്യുന്നു? വേലുത്തമ്പി ദളവയെ കണ്ടുപിടിക്കാൻ കൽപ്പന ഓർഡർ ഇടുന്നു. അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം വരെ വാഗ്ദാനം ചെയ്യുന്നു. തുടർന്ന് മണ്ണടിയിൽ വേലുത്തമ്പി അഭയം തേടിയ ഭവനം തിരുവിതാംകൂറിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും സൈന്യം വളയുന്നു. മണ്ണടിയിൽ നമ്മുടെ വേലുത്തമ്പി ദളവ അഭയം പ്രാപിക്കുന്നു. ജീവനോടെ പിടിക്കുന്നത് മൂലമുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്കെതിരായ വിരോചിതമായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരധ്യായം ഇതോടെ അവസാനിക്കുന്നു. അപ്പം വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും പിടികൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ അദ്ദേഹം സ്വന്തം ഉടവാളെടുത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുത്തിമരിക്കുന്നു. അപ്പം അതോടെ തിരുവിതാംകൂറിലെ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു അധ്യായം അവസാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കുണ്ടറ വിളംബരവും കർഷകരും. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. വർഷം 1809. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയത്. യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം ഭൂമിയുടെയും കൃഷിക്കാരുടെയും മേലുള്ള കൊളോണിയൽ ചൂഷണത്തെ സംബന്ധിച്ച് ദീർഘവീക്ഷണപരമായ കാഴ്ചപ്പാടാണ്. കർഷകരുടെ പിന്തുണ ലഭിക്കുന്നതിനായി അദ്ദേഹം വിളംബരത്തിൽ പരാമർശിച്ച ഒരു പ്രധാന കാര്യമായിരുന്നു ഇത്. ഇങ്ങനെ വിപ്ലവത്തിന് വിദേശാധിപത്യത്തിനെതിരായ കർഷക കലാപത്തിൻ്റെ ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഈ വിളംബരത്തിന് ശേഷം 60 വർഷ കാലഘട്ടത്തിനുള്ളിൽ യൂറോപ്യൻ മുതലാളിമാർ ഉയർന്ന മലമ്പ്രദേശങ്ങളിലെ ഉപയോഗശൂന്യമായ വിശാലമായ ഭൂപ്രദേശം ചൂഷണം ചെയ്യുകയും കർഷകരെ ഭൂരഹിതരായ കർഷക തൊഴിലാളികളായി അധപതിപ്പിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ കാർഷിക മുതലാളിത്തത്തിൻ്റെ ആവിർഭാവത്തിന് വളരെ മുമ്പ് കോളനി വാഴ്ചയുടെ ഒരു പ്രത്യേക പ്രതിഭാസം തിരിച്ചറിഞ്ഞ ഒരു ഭരണാധികാരിയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അടുത്തതാണ് കുറിച്യ കലാപം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരുടെയും കുറുമ്പറിൻ്റെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത്. കൂടാതെ അവർ പരമ്പരാഗതമായ രീതിയിൽ വനത്തിൽ നടത്തി വന്ന വെട്ടിച്ചൂട്ട് കൃഷി, ഇമ്പോർട്ടൻ്റ് ആണ്, വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പം കുറിച്യരും കുറുമ്പരുമായിരുന്നു വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ. ഇവർക്കെതിരെ നടന്ന ബ്രിട്ടീഷുകാരുടെ ചൂഷണം, വെട്ടിച്ചൂട്ട് കൃഷി, അവർ പരമ്പരാഗതമായി വനത്തിൽ ചെയ്തു വന്ന വെട്ടിച്ചൂട്ട് കൃഷി നിഷേധിക്കുകയും അത് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ സാധനമാണ് അവർ നികുതിയായി കൊടുത്തിരുന്നത്. സാധനത്തിന് പകരം പണം നിർബന്ധമായും നികുതിയായി കൊടുക്കണം എന്നൊരു വ്യവസ്ഥയും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്നു. 1812 മാർച്ചിലാണ് കലാപം ആരംഭിച്ചത്. അപ്പോൾ കുറിച്യർ കലാപം 1812 മാർച്ച്. കലാപകാരികളുടെ നേതാവായിരുന്നു രാമനമ്പി. കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു. 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചു. 1812 മെയ് 1 കുറിച്യർ കലാപ നേതാവായ രാമനമ്പിയെ ബ്രിട്ടീഷുകാർ വധിക്കുന്നു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കുറിച്യർ കലാപം അടിച്ചമർത്തുന്നു. കുറിച്യർ കലാപം ഒരു ഗോത്രവർഗ കലാപമായിരുന്നെങ്കിലും കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതം അനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ പിന്തുണച്ചിരുന്നു. അടുത്തതാണ് മാപ്പിള കലാപങ്ങൾ. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ട അക്രമാസക്തമായ കലാപങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് 19-ാം നൂറ്റാണ്ടിൽ മലബാർ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ മാപ്പിള കലാപങ്ങളുടെ കാലഘട്ടം 19-ാം നൂറ്റാണ്ട്. ഇത്തരം 50-ലധികം കലാപങ്ങൾ ദക്ഷിണ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോഗൻ, മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനാണ് വില്യം ലോഗൻ. ബ്രിട്ടീഷുകാരുടെ
തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമാണ്. വില്യം ലോഗൻ്റെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പുറപ്പെടാൻ കാരണമായെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അവസാനം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിൻ്റെയും പരിഷ്കരണ നടപടികളുടെയും ഫലമായി കലാപങ്ങൾ അവസാനിച്ചു. ഇത്തരം മാപ്പിള കലാപങ്ങളുടെ മൂർധന്യത്തിലായിരുന്നു 1921 മലബാർ കലാപം. അപ്പം നമ്മളിനി അതിലേക്കൊക്കെ പോകും. ഇവിടെ മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എന്ന ബുക്ക് എഴുതിയത് വില്യം ലോഗനാണ് കേട്ടോ. ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് റിവൈസ് ചെയ്തു പോകാം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി ഒരു വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് തന്നെ അറബികളും ചൈനക്കാരും നമ്മളുമായിട്ടൊരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ നമ്മൾ പഠിച്ചതാണ്, റിവൈസ് ചെയ്ത് പോകാം കേട്ടോ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ശുഭപ്രതീക്ഷ, മുനമ്പ് എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കൊരു പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. വാസ്കോഡ് ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ് ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ് ഗാമ. ലിസ്ബണിൽ നിന്നും 1497 വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ വാസ്കോഡ് ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ് ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്നാണ് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചത്. എന്താണ് വാസ്കോഡ് ഗാമയുടെ യുഗത്തിൻ്റെ തുടക്കം? വാസ്കോഡ് ഗാമയുടെ ഏഷ്യയിലേക്കുള്ള വരവിനെ വാസ്കോഡ് ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ സർദാർ KM പണിക്കറാണ്. വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമനാണ്. വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമൻ. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാടാണ് വന്നിറങ്ങുന്നത്. 317 ദിവസം കടലിൽ കൂടി യാത്ര ചെയ്ത് 1498 മെയ് 20 വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങുന്നത്. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ് ഗാമ സഞ്ചരിച്ചത്. വാസ്കോഡ് ഗാമയുടെ ഒരു ജീവചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ 1498 മെയ് 20 വാസ്കോഡ് ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തുന്നു. 499 വാസ്കോഡ് ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. 1502 വാസ്കോഡ് ഗാമ രണ്ടാമത് ഇന്ത്യയിലെത്തുന്നു. 1524 വാസ്കോഡ് ഗാമ മൂന്നാമത് അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ്. 1524 ഡിസംബർ 24 വാസ്കോഡ് ഗാമ അന്തരിച്ചു. 1539 വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നു. 1539 വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം നമ്മൾ ഇവിടെ കൊച്ചിയിലായിരുന്നു അടക്കം ചെയ്തത്. അവിടെ നിന്നും കൊച്ചിയിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നു. വാസ്കോഡ് ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. വാസ്കോഡ് ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ ആൻഡ് സെൻറ്റ് ബെറിയോ. വാസ്കോഡ് ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മാനുവൽ രാജാവ് വാസ്കോഡ് ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകുന്നു. ഡോം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഭു എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വാസ്കോഡ് ഗാമയാണ്. മാനുവൽ രാജാവാണ് വാസ്കോഡ് ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അധിപൻ എന്ന് വിശേഷിപ്പിച്ചത്. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. എവിടെയാണ്? കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്.
ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനായിരുന്നു ബർത്തലോമിയോ ഡയസ് 1488. അടുത്തതാണ് പെട്രോ അൽവാരസ് കബ്രാള്. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെട്രോ അൽവാരസ് കബ്രാള്. 1500 എത്തുന്നത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാള്. പോർച്ചുഗീസ് വൈസ്രോയിമാരെ കുറിച്ച് പഠിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ കാലഘട്ടം 1505 മുതൽ 509 വരെയാണ് അൽമേഡയുടെ കാലഘട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ് കേട്ടോ. നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്രമേധാവിത്യം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിൻ്റെ ലക്ഷ്യം. ബ്ലൂ വാട്ടർ പോളിസി. നീലജല നയം എന്ന് വെച്ചാൽ എന്താണ്? ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുത്ത് സമുദ്രത്തിൽ അവരുടെ മേധാവിത്യം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതായിരുന്നു ഈ നീലജല നയത്തിൻ്റെ ലക്ഷ്യം. അടുത്തതാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കിൻ്റെ കാലഘട്ടം 1509 മുതൽ 1515 വരെയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയതും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി അൽബുക്കർക്ക് തന്നെയായിരുന്നു. ഇതൊക്കെ നമ്മൾ പ്രൊഫസർ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പോയിൻ്റ് വൈസ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തതും പോർച്ചുഗീസ് വൈസ്രോയിയായ അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. ബീജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നും 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നു. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കായിരുന്നു. അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു. കോഴിക്കോടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി, ദേഷ്യത്തിലാക്കി. തുടർന്ന് അവർ കണ്ണൂരിലെത്തുകയും അവിടെ നിന്നും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നതാണ് കാർഡ്സ് എന്ന്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലുകളും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിനും പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർഡ്സ് സ്വന്തമാക്കണമായിരുന്നു. കാർഡ്സിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ കപ്പലിൻ്റെ കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നിവയായിരുന്നു. കാർഡ്സ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലിൽ അടിമകളാക്കുകയോ ആണ് ചെയ്തിരുന്നത്. പോർച്ചുഗീസുകാരുടെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞാൽ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിനിലും കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നു. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ ആരംഭിച്ചു. കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരിയും കോളേജും ആരംഭിക്കുന്നു. മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയായി കണക്കാക്കുന്നത് ഈ മാനുവൽ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നത് മാനുവൽ കോട്ടയാണ്. ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്.
തൃശ്ശൂർ ജില്ലയിലെ കോട്ടമ്പുറ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ സെൻറ് ആഞ്ചലോ കോട്ട ആരാ നിർമ്മിച്ചത്? കണ്ണൂർ. അത് അൽമേഡയാണ് കേട്ടോ. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട. ചാലിയങ്കോട്ട എവിടെയാണ്? കോഴിക്കോട്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട. അപ്പോൾ നമുക്ക് കുഞ്ഞാലിമരക്കാരെക്കുറിച്ചൊന്ന് പറയാം. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലിമരക്കാർ. അപ്പം സാമൂതിരിയുമായിട്ട് പോർച്ചുഗീസുകാർക്ക് അത്ര നല്ല ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലിമരക്കാർ. വടക്കരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു കുഞ്ഞാലിമരക്കാരുടെ ആസ്ഥാനം. വടകരയ്ക്കടുത്ത് പുതുപ്പണത്ത്, കോഴിക്കോട് വടകരയ്ക്കടുത്ത് പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു കുഞ്ഞാലിമരക്കാരുടെ ആസ്ഥാനം. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർ സ്വീകരിച്ച യുദ്ധമറയായിരുന്നു ഗൊറില്ല യുദ്ധമറ, ഒളിപ്പോര്. കുഞ്ഞാലി 1 കുട്ടി അലിയാണ് കുഞ്ഞാലി 1 എന്നറിയപ്പെടുന്നത്. കുട്ടി പോക്കർ അലി കുഞ്ഞാലി 2, പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ കുഞ്ഞാലി 3-മനും, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നു. കുഞ്ഞാലി 4-മനാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി 4-മനായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരക്കാർ 3-മനായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സഹായിച്ചത് ആരാണ്? അത് കുഞ്ഞാലി 3-മനാണ്. ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ചാലിയങ്കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാദി മുഹമ്മദ് എന്നും പറയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ്റെ അർത്ഥം എന്താ? വ്യക്തമായ വിജയം എന്നാണ്. 1600-ൽ കുഞ്ഞാലിമരക്കാർ 4-മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുന്നു. കുഞ്ഞാലി 4-മനെ സാമൂതിരിയുടെ സമ്മതത്തോടുകൂടി യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായിട്ട് പോർച്ചുഗീസുകാർ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നു. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിമരക്കാർ സ്മാരകം നിർമ്മിച്ചത് കോട്ടക്കൽ, വടകരയിലെ കോട്ടക്കലാണ്. കുഞ്ഞാലിമരക്കാർ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2000-ലാണ്. നമ്മുടെ കേരള ചരിത്രം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരാളാണ് കുഞ്ഞാലി. PSC ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ഇത് അറബി ഭാഷയിലാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ്. ഷെയ്ഖ് സൈനുദ്ദീനാണ് തുഹഫത്തുൽ മുജാഹിദീൻ രചിച്ചത്. പോർച്ചുഗീസുകാർക്കെതിരായ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ആരാണ് എഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീനാണ് ഇത് രചിച്ചത്. ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോ ഡ കുൻഹ. ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? നുനോ ഡ കുൻഹയാണ്. ചാലിയങ്കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നു. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയങ്കോട്ടയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഏതാണ്? അത് ഗോതിക് ശൈലിയാണ്. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ എന്നിവ. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി സ്ഥിതി ചെയ്യുന്നത് വരാപ്പുഴയിലാണ്. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമായിരുന്നു മട്ടാഞ്ചേരി പാലസ്. ഏത് വർഷം? 1555. പിന്നീട് ഇത് ഡച്ചുകാർ പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നു. 1663. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയുമായി 1513 ഒപ്പുവെച്ച ഉടമ്പടിയാണ് കണ്ണൂർ സന്ധി എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ 1513 കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. 1540
പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിലും ഒപ്പുവെക്കുന്നു. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു. ഇവർ ഈ മത്സരങ്ങൾ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുരുമുളകിന് വേണ്ടിയിട്ടായിരുന്നു. പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച ചില പദങ്ങളുണ്ട്. ലേലം, ഫാക്ടറി, മുറം, പതക്കം, കൊന്ത, കുമ്പസാരം, വികാരി, ചാവി, ജനൽ, മേശ, കസേര, ബെഞ്ച്, വരാന്ത, റാന്തൽ, വിജാഗിരി, അലമാര, ചായ, മേസ്തിരി, കുശിനി. ഈ വാക്കുകളെല്ലാം പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡച്ചുകാരെക്കുറിച്ചും ഫ്രഞ്ചുകാരെക്കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കേരള നവോത്ഥാനവും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ, ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക. ആവശ്യമായ പോയിന്റുകൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം. ക്ലാസ്സുകൾ പല തവണ കേട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, കാരണം കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നൊക്കെ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം അത്ര വൈഡായിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. നമുക്ക് തന്നെ അറിയാം, വർഷങ്ങളും കാലക്രമങ്ങളിൽ എഴുതാനും ഇതെല്ലാം നമ്മളോട് ചോദിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.